വെള്ളറടയിലെ പ്രജിന്റെ അമ്മ നിസ്സഹായയാണ്. 6 വർഷമായി ആ അച്ഛനും അമ്മയും ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട് ഒരു മകനെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്ഥിതി. ഒടുവിൽ അച്ഛനെ അവൻ കൊലക്കത്തിക്ക് ഇരയാക്കി. കൈയും മുറുക്കി എൻ്റെ ഹസ്ബൻഡിനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വന്നത് ഞാൻ ഇടയിൽ ഇങ്ങനെ വീണ്. ഇവൻ നിന്നത് കണ്ട ആരും പേടിച്ചു പോകും. ആ രീതിയിൽ മൃഗീയമായിട്ടുള്ള എന്നിട്ട് ചെവരിൽ ആ 2 കൈയൊക്കെ ഇടിച്ച് അങ്ങ് മാറി. കുറെ ഇടി തലയിലൊക്കെ കൊടുത്തിട്ട് ശക്തിയായിട്ട് അവിടെ ഇടിച്ചങ്ങ് മാറി. മോനെ 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 എന്ന് വിളിച്ച് തൊഴുത് അവന്റെ കാലിൽ പിടിക്കുന്ന പോലെ അങ്ങഴിച്ച് മാറി നിൽക്കും. ഇവനും ഈ വെട്ടിയന്റെ അന്നം ഇവൻ അതുപോലെ ഇങ്ങനെ വെട്ടു എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ല. ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരിത് ഇല്ല. ഈ തേച്ച് നടക്കണമെങ്കിൽ ഇവൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇവനെ സ്നേഹിച്ച് നല്ലതായിട്ട് മോനെ അങ്ങനെയല്ല ഉപദേശിക്കാൻ പാടില്ല. ഒരു കാര്യം ഉപദേശിക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കും, കൈമുറുക്കിയൊക്കെ. റൂമിനകത്ത് നമുക്ക് ആർക്കും തൊടാൻ പോലും അധികാരമില്ല. തൊട്ടാൽ നമ്മളെ ഉപദ്രവിക്കുക. നമ്മൾ പറയും മോനെ പൈസ ഇല്ല. അപ്പോൾ നമ്മളെ കഥവടച്ച് വെളിയിലാക്കിയിട്ട് ഇപ്പോൾ മൊത്തവും പരിശോധനയായിരിക്കും. എല്ലാം വലിച്ച് താഴെ ഇറക്കി പിന്നെ അതെങ്കിലും കിട്ടുമെങ്കിൽ അവൻ അങ്ങ് എടുക്കും. അവനെ എനിക്ക് പേടി തന്നെ, എപ്പോഴും പേടിയുണ്ട്.